മാന്ത്രിക കിരീടം. ഒരു കാട്ടിൽ എല്ലാ ജീവികളും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ആന, കടുവ, മാൻ, പക്ഷി, കൂടാതെ ഒരു കുഞ്ഞു കുരങ്ങൻ മോമോ. എല്ലാവരും സൗഹൃദത്തിലും സന്തോഷത്തിലും ജീവിച്ചു. ഒരു ദിവസം കാട്ടിലാകെ ഒരു വാർത്ത പരന്നു. ഒരു മാന്ത്രിക കിരീടം കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. അത് കിട്ടുന്നവൻ രാജാവാകും. ജീവികൾ അശാന്തരായി. ഓരോരുത്തരും ആ കിരീടം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. കടുവ പറഞ്ഞു, ഞാനാണ് ശക്തൻ, ഞാൻ കിരീടം സ്വന്തമാക്കും. ആന പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലുത്, അത് എനിക്ക് കിട്ടും. പക്ഷി പറഞ്ഞു, ഞാനാണ് ബുദ്ധിമാൻ, രാജാവ് ഞാനാകും. എന്നാൽ മോമോ ഒന്നും പറഞ്ഞില്ല. അവൻ പുഞ്ചിരിച്ചു നിന്നു. ജീവികൾ കാട് മുഴുവൻ തിരഞ്ഞു. അവർ നദി കടന്നു, കുന്നുകൾ കയറി, നിലം കുഴിച്ചു. ഒടുവിൽ ഒരു വലിയ ഗുഹയിൽ അവർ എത്തി. അവിടെ ഒരു കല്ലിന്മേൽ സ്വർണം പോൽ തിളങ്ങി നിന്നു മാന്ത്രിക കിരീടം. കടുവ അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൊടിയായി മാറി. പക്ഷി അതെടുക്കാൻ പറന്നു ചെന്നപ്പോൾ തൂവലായി മാറി. ആനയും പരാജയപ്പെട്ടു. അവസാനം കുഞ്ഞു മോമോ മുന്നോട്ട് വന്നു. എന്നാൽ അവൻ കിരീടം എടുത്തില്ല. പകരം കിരീടത്തിന് മുന്നിൽ ഒരു പഴം വെച്ചു. മൃദുവായി പറഞ്ഞു, കിരീടമേ, നീ ശരിക്കും മാന്ത്രികമാണെങ്കിൽ കാട്ടിനെ ഭരിക്കാനല്ല, പകരം സംരക്ഷിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കൂ. ഉടനെ കിരീടം പ്രകാശത്തോടെ പറന്ന് മോമോയുടെ തലയിൽ പതിച്ചു. ജീവികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഗുഹ മുഴുവൻ മുഴങ്ങി. യഥാർത്ഥ നേതാവ് ഏറ്റവും ശക്തനല്ല, വലുതല്ല, ബുദ്ധിമാനുമല്ല, ഏറ്റവും കരുണയുള്ള ഹൃദയമുള്ളവനാണ്. അവന്റെ കരുണയും ദയയും കൊണ്ട് കാട് നിറഞ്ഞു പുഷ്പിച്ചു. ജീവികളെല്ലാം സമാധാനത്തോടെ ജീവിച്ചു. ഈ കഥ ഇഷ്ടമായാൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.